കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ജാനുവരി മാസം 30 വരാഹ ദ്വാദശിയാണ്. അതായത് ഭഗവാൻ മഹാവിഷ്ണു വരാഹമായി അവതരിച്ചതിൻ്റെ ജന്മവാർഷികമാണ്. അതായത് വരാഹ ജയന്തി. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹ അവതാരം. അവതാരങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ ഒരു അവതാരമാണ് വരാഹ അവതാരം. ഭഗവാൻ മഹാവിഷ്ണുവിനെ വരാഹ രൂപത്തിൽ പ്രാർത്ഥിച്ചാൽ ഭൂമി സംബന്ധമായിട്ടുള്ള സകല ദുഃഖങ്ങളും അവസാനിക്കും എന്നാണ് വിശ്വാസം. സ്വന്തമായി ഭൂമി ഇല്ലാത്തവർ, വീടില്ലാത്തവർ, അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ ഉള്ള ആളുകൾ, സാമ്പത്തികമായി ബാധ്യതയുള്ള ആളുകൾ, അതുപോലെ സമ്പത്ത് ആവശ്യമുള്ള ആളുകൾ, അതായത് കുറച്ച് പണം ആവശ്യമുണ്ട് പല കാര്യങ്ങൾക്കായി, പക്ഷെ അതിനൊരു മാർഗവും നമ്മുടെ മുമ്പിൽ കാണുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ, തൊഴിൽ സംബന്ധമായി ബുദ്ധിമുട്ടുള്ള ആളുകൾ, തൊഴിൽ തടസ്സമുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ വരാഹ രൂപത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കണമെന്നാണ് വിശ്വസിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വരാഹ രൂപത്തിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാൻ മനസ്സു നിറഞ്ഞ് നമുക്കെന്തു നൽകിയാലും, അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഐശ്വര്യവും അന്യാധീനപ്പെട്ടു പോവുകയില്ല. അതായത് അത് ഭഗവാൻ തിരിച്ചെടുക്കുകയില്ല. ഇനി കുറച്ചു കാലം കഴിഞ്ഞ് ഭഗവാനെ ഒന്ന് നിന്ദിച്ചാൽ പോലും ഭഗവാൻ ക്ഷമിക്കും. അതാണ് വരാഹ രൂപത്തിൻ്റെ പ്രത്യേകത. എന്താണ് വരാഹ അവതാരം? എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ വരാഹ രൂപത്തിൽ അവതരിച്ചത്? ഈ കാര്യമൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കിപ്പോകാം. എല്ലാവരും ക്ഷമയോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്ന് കേൾക്കണം ഭഗവാന്റെ ഈ അവതാര കഥ. അതുപോലെ തന്നെ നമ്മൾ മാധവം എന്ന യൂട്യൂബ് ചാനലിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിനകത്തുകൂടി എല്ലാ ദിവസവും ഉള്ള അതാത് ദിവസത്തെ ബ്രഹ്മമുഹൂർത്തം, രാഹുകാലം, അതുപോലെ നക്ഷത്രം, തിഥി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതാത് ദിവസത്തെ പ്രത്യേകതകൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. കൂടാതെ അതിനകത്ത് എൻ്റെ ഫോൺ നമ്പറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതുമാണ്. ഇതിന് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ചാർജും ഇല്ല. അതായത് പൈസ തന്നിട്ടുള്ള ഒരു സേവനവും അല്ല എന്ന് അർത്ഥം. തികച്ചും സൗജന്യമാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും അതാത് ദിവസത്തെ സൂര്യോദയം, സൂര്യാസ്തമയം, അതുപോലെ തന്നെ രാഹുകാലം, യമകണ്ഠകാലം, അതുപോലെ ബ്രഹ്മമുഹൂർത്തം, നക്ഷത്രം, തിഥി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഗ്രൂപ്പിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. അത് പലർക്കും ഉപകാരമാണ് എന്ന് പലരും അറിഞ്ഞതിൽ അങ്ങേറ്റം സന്തോഷം. ഇനി നമുക്ക് വരാഹ അവതാരത്തെ പറ്റിയൊന്ന് നോക്കാം. പണ്ട് ഒരിക്കൽ ഒരു ദിവസം ഒരു സന്ധ്യാസമയത്ത് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ട് തുടങ്ങുന്നു. ആ സമയത്താണ് മരീചിയുടെ പുത്രനായ കശ്യപ പ്രജാപതി സന്ധ്യാവന്ദനത്തിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ദിതി, അതിസുന്ദരിയാണ്, സമർത്ഥയാണ് ദിതി ആദി ദക്ഷൻ്റെ പുത്രിയുമാണ്. ദിതി വികാരത്തോടുകൂടി, വികാര വിവശതയോടുകൂടി ഭർത്താവായ കശ്യപ പ്രജാപതിയുടെ സമീപത്തേക്ക് എത്തുന്നു. സമയം നോക്കണം. സന്ധ്യാവന്ദനത്തിനു തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന മരീചിയുടെ പുത്രനായ കശ്യപ പ്രജാപതിയുടെ അടുക്കലേക്കാണ് ഭാര്യയായ ദിതി വികാര വിവശതയോടുകൂടി എത്തിച്ചേരുന്നത്. എന്നിട്ട് ഈ ദിതി കശ്യപനോട് പറയുകയാണ്,
അല്ലയോ നാഥ, മന്മഥൻ്റെ പീഡയാൽ ഞാൻ എന്തോ വല്ലാതെ വിഷമിക്കുന്നു. എൻ്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു തരണം. അതിനുശേഷം സന്ധ്യാവന്ദനം നടത്തിയാൽ മതി. ഇങ്ങനെ ദിതി കശ്യപനോട് പറയുകയാണ്. ഇത് കേട്ടതും കശ്യപൻ ചോദിക്കുകയാണ്, എന്താണ് ദേവി ഈ പറയുന്നത്? ദൈവഭജനം ചെയ്യേണ്ടുന്നതായ ഈ പുണ്യസന്ധ്യാവേളയിലാണോ ഇപ്രകാരമൊക്കെ ചെയ്യേണ്ടത്? ഇത് നിഷിദ്ധവും പാപവുമാണ്. അല്പം ക്ഷമിക്കൂ. സന്ധ്യാവന്ദനം കഴിഞ്ഞതിനു ശേഷം ഞാൻ നിന്റെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് കശ്യപൻ ദിതിയോട് പറയുന്നു. പക്ഷേ ദിതി സമ്മതിക്കുന്നില്ല. വിധി അല്ലാതെ എന്തു പറയാൻ? കശ്യപനും അത് മനസ്സിലായി. എങ്കിലും കശ്യപൻ എന്തു ചെയ്യുകയാണ്? ദിതിയുടെ കൂടെ പോകുന്നു. അങ്ങനെ സന്ധ്യാവന്ദനമെല്ലാം മാറ്റിവെച്ചിട്ട് ഇതായിരിക്കും വിധി എന്ന് കരുതി കശ്യപൻ ദിതിയുടെ കൂടെ പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് ദിതി ഗർഭിണിയായി തീരുന്നു. അവളുടെ വയറിങ്ങനെ വീർത്തു വീർത്തു വരുന്നു. അങ്ങനെ ആ വീർത്തു വന്ന ആ വയറിനു ചുറ്റും ഒരു പ്രഭാവലയം എപ്പോഴും കാണപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ദേവന്മാർ അത്ഭുതപ്പെടുകയും അവർ ഈ കാര്യം ബ്രഹ്മദേവനോട് ചോദിക്കുകയും ചെയ്തു. അതിനുത്തരമായിട്ട് ബ്രഹ്മദേവൻ അവർക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തു. അതായത് സനകാദി മുനികൾ ഒരിക്കൽ വിഷ്ണു ഭഗവാനെ കണ്ടു വന്ദിക്കുന്നതിനായിട്ട് വൈകുണ്ഠത്തിലേക്ക് ചെല്ലുകയാണ്. ആദി സൃഷ്ടികളായ ആ മഹർഷികൾക്ക് ഏതു സമയത്തും ഭഗവാനെ കാണുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഭഗവാൻ ഇവർ വന്ന സമയത്ത് ഉറങ്ങുകയായിരുന്നു. അതായത് ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗനിദ്രയിലായിരുന്നു. പള്ളിക്കുറുപ്പ് കൊള്ളുന്ന അനന്തശയന മണിയറ വാതുക്കൽ അവർ എത്തിച്ചേരുന്നു. ആ സമയത്ത് അവിടെ കാവൽ നിൽക്കുകയായിരുന്നു ദ്വാരപാലകന്മാരായ ജയനും വിജയനും. അവർ സഹോദരന്മാരാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കാവൽക്കാരാണ്. ഇവർ മുനിമാരെ അകത്തേക്ക് കടത്തിവിട്ടില്ല. അവർ പറഞ്ഞു, ഇപ്പോൾ അകത്തേക്ക് കടക്കാൻ പാടില്ല, ഭഗവാൻ യോഗനിദ്രയിലാണ്. ഇത് കേട്ടതും ഈ സനകാദി മുനികൾക്ക് വളരെയധികം ദേഷ്യമാണുണ്ടായത്. വൈകുണ്ഠത്തിൽ ഭക്തന്മാരുടെ പ്രവേശനത്തെ തടസ്സപ്പെടുത്തിയ നിങ്ങൾ അസുരന്മാരായി ഭവിക്കട്ടെ എന്ന് സനകാദി മുനികൾ ഈ ജയനെയും വിജയനെയും ശപിച്ചു. അപ്പോഴാണ് അവർക്ക് പറ്റിയ ആ ഒരു തെറ്റ് അവർക്ക് ബോധ്യപ്പെട്ടത്. അറിവില്ലാതെ തങ്ങൾ ചെയ്തു പോയ അപരാധം ക്ഷമിച്ച് ശാപമോക്ഷം നൽകണമെന്ന് അവർ വിഷ്ണു ഭഗവാനോട് കരഞ്ഞ് അപേക്ഷിച്ചപ്പോൾ 3 ജന്മം നിങ്ങൾ അസുരന്മാരായി പിറക്കുകയും ആ 3 ജന്മങ്ങളിലും എൻ്റെ കയ്യാൽ തന്നെ മരണം വരിച്ച് ഒടുവിൽ എന്നിൽ വന്ന് വിലയം പ്രാപിച്ചു കൊള്ളുക എന്ന് മഹാവിഷ്ണു ശാപമോചനം നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതനുസരിച്ചിട്ട് ആ ജയനും വിജയനും ആസുരഭാവത്തിൽ കശ്യപൻ്റെ പുത്രന്മാരായി ദിതിയുടെ ഉദരത്തിൽ ജനിച്ചിരിക്കുകയാണ്. അവരെ ദിതി ഇരട്ടയായി പ്രസവിക്കും. അതീവ ദുഷ്ടന്മാരും അതുല്യ പരാക്രമശാലികളും വിഷ്ണുവിൻ്റെ വൈരികളും ത്രിലോക ജേതാക്കളുമായി അവർ വളരുക തന്നെ ചെയ്യും. ഒടുവിൽ വൈകുണ്ഠപതി തന്നെ അവരെ വധിക്കുകയും ചെയ്യും. സന്ധ്യാസമയത്തുണ്ടായ സന്താനങ്ങളായതുകൊണ്ട് അവർ ദൈവവിദ്വേഷികളും പാപികളും ക്രൂരന്മാരുമായി ഭവിക്കും. ആ ഘോരന്മാർ ദിതിയുടെ ഗർഭാശയത്തിൽ കിടക്കുന്നതിൻ്റെ സൂചനയാണ് അവളുടെ വയറ്റിനു ചുറ്റും പ്രസരിക്കുന്ന ആ പ്രഭ. ഇങ്ങനെ ഈ കഥ ബ്രഹ്മദേവൻ ദേവന്മാരോട് പറഞ്ഞു കൊടുക്കുന്നു.
കാലാന്തരത്തിൽ ദിതി 2 പുത്രന്മാരെ ഇരട്ടയായി പ്രസവിക്കുന്നു. ആദ്യം പിറന്നവന് ഹിരണ്യകശിപു എന്നും രണ്ടാമത്തേവന് ഹിരണ്യാക്ഷൻ എന്നും പേരിടുന്നു. രണ്ടുപേരും ദുഷ്ടന്മാരാണ്, മഹാവിഷ്ണുവിൻ്റെ ശത്രുക്കളാണ്. ദൈവഭക്തന്മാരും നല്ലവരുമായ ജനങ്ങളെ അവർ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരുന്നു. അവർ വലിയ ശക്തിമാന്മാരായതുകൊണ്ട് തന്നെ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ധാരാളം വരങ്ങളൊക്കെ നേടിയതുകൊണ്ട് തന്നെ അവരെ ആർക്കും തന്നെ തോൽപ്പിക്കുവാൻ സാധിച്ചിരുന്നതുമില്ല. ത്രിമൂർത്തികളുടെയോ ഉപദേവന്മാരുടെയോ പേരുകളൊന്നും തന്നെ ആരും ജപിക്കരുത് എന്ന് അവർ എല്ലാവരോടും കൽപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം ശുക്രമഹർഷിയെ തങ്ങളുടെ അസുര ഗുരുവായും അവർ സ്വീകരിക്കുകയും ചെയ്തു. അഹങ്കാരം പെരുത്ത് തങ്ങളോട് എതിരിടുവാൻ ആരുമില്ല എന്നുള്ള അഹങ്കാരത്തോടു കൂടി രണ്ടാമത്തേവനായ ഹിരണ്യാക്ഷൻ കയ്യിലൊരു കാരിരുമ്പ് ഗദയും പിടിച്ചുകൊണ്ട് അട്ടഹാസം മുഴക്കി നാനാ ലോകങ്ങളിലും ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. ആരും അവനോട് എതിർക്കുവാൻ മുമ്പോട്ട് വന്നില്ല. അവനെ കണ്ടതും എല്ലാവരും പ്രാണഭീതിയോടുകൂടി ഓടി ഒളിച്ചു. ഒടുവിൽ ആരും തന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നില്ല. യുദ്ധം ചെയ്യണം, ആരോടെങ്കിലും യുദ്ധം ചെയ്യണം, പക്ഷേ ആരും വരുന്നില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവസാനം ദേഷ്യം വന്നിട്ട് ഭൂമിദേവിയെ തന്നെ അവൻ ചുരുട്ടിയെടുത്തുകൊണ്ട് സമുദ്രത്തിലേക്ക് ചാടിക്കളഞ്ഞു. സമുദ്രത്തിലെ വെള്ളം അവന് മുട്ടോളമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൻ എത്ര ഭീകരനായിരുന്നു എന്ന് ചിന്തിക്കുക. അങ്ങനെ കടലിൽ കിടന്ന് തുള്ളിച്ചാടി തിമർത്തുകൊണ്ട് ആ തിരമാലകളെയെല്ലാം അവൻ്റെ ഗദയാൽ അടിച്ച് തെറുപ്പിച്ച് അവനങ്ങനെ മതിക്കുകയാണ്. അതിനുശേഷം സമുദ്രദേവനായ വരുണനെ പോലും അവൻ എന്ത് ചെയ്യുകയാണ്? യുദ്ധത്തിന് വിളിക്കുകയാണ്. അവൻ്റെ ഈ അട്ടഹാസമൊക്കെ കേട്ടപ്പോൾ വരുണൻ പോലും പേടിച്ച് പാലാഴിയിൽ ചെന്ന് ഭഗവാനോട് അഭയം ചോദിച്ചു. ആ സമയത്ത് സൃഷ്ടികർമ്മം നടത്തിക്കൊണ്ടിരുന്ന സ്വയംഭൂമനു നോക്കുമ്പോൾ ഭൂമി കാണുന്നില്ല. സ്വയംഭൂമനു ആരാണ്? ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം നടത്തുന്നതിനായിട്ട് സൃഷ്ടിച്ച ആദ്യത്തെ മനുവാണ് സ്വയംഭൂമനു. ആദ്യത്തെ സൃഷ്ടികളെല്ലാം ബ്രഹ്മദേവൻ തന്നെയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം സനകാദി മുനികളെ സൃഷ്ടിച്ചു. സനകാദി മുനികളോട് പറയുകയാണ്, നിങ്ങൾ സൃഷ്ടികർമ്മം ചെയ്യുക. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളുടെ മാർഗം ഭക്തിയാണ് എന്ന്. അതിൻ്റെ ദേഷ്യത്തിൽ ബ്രഹ്മദേവൻ എന്തു ചെയ്തു? രുദ്രനെ സൃഷ്ടിച്ചു. രുദ്രൻ എന്തു ചെയ്തു? വിഭിന്ന രൂപികളായ 11 രുദ്രന്മാരായി തീർന്നു. അവരാണ് ഏകാദശ രുദ്രന്മാർ. ആ ഏകാദശ രുദ്രന്മാർക്ക് 11 കന്യകമാരെയും ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു നൽകി. എന്നിട്ട് അവരോട് പറഞ്ഞു, സൃഷ്ടികർമ്മം ചെയ്യുക എന്ന്. അതനുസരിച്ചിട്ട് അവരെന്ത് ചെയ്തു? സൃഷ്ടി തുടങ്ങി. പക്ഷേ അവരുടെ സൃഷ്ടികളിൽ അധികവും ഭയങ്കര രൂപികളായ രുദ്രമൂർത്തികളായിരുന്നു. അതുകൊണ്ട് ബ്രഹ്മദേവൻ പറഞ്ഞു, മതി, നിർത്തിയേക്ക്, ഇനി നിങ്ങൾ ചെയ്യണ്ട എന്ന്. അതിനുശേഷമാണ് ബ്രഹ്മദേവൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് മരീചിയെയും കണ്ണുകളിൽ നിന്ന് അത്രിയെയും മുഖത്തു നിന്ന് അങ്കിരസിനെയും കർണങ്ങളിൽ നിന്ന് പുലസ്ത്യനെയും നാഭിയിൽ നിന്ന് പുലഹനെയും കയ്യിൽ നിന്ന് ക്രതുവിനെയും ത്വക്കിൽ നിന്ന് ഭൃഗുവിനെയും സൃഷ്ടിച്ചത്. ഇവരാണ് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സപ്തമാമുനികൾ. പിന്നീട് ബ്രഹ്മദേവൻ അദ്ദേഹത്തിൻ്റെ പ്രാണനിൽ നിന്ന് വസിഷ്ഠനെയും വലതുകാലിൻ്റെ പെരുവിരലിൽ നിന്ന് ദക്ഷനെയും മടിയിൽ നിന്ന് നാരദനെയും വലത്തെ മുലയിൽ നിന്ന് ധർമ്മദേവനെയും നിഴലിൽ നിന്ന് കർദമനെയും സൗന്ദര്യത്തിൽ നിന്ന് സരസ്വതിയെയും വിയർപ്പിൽ നിന്ന് ജാമ്പവാനെയും ജ്ഞാനശുദ്ധിയിൽ നിന്ന് ഗർഗനെയും സൃഷ്ടിക്കുന്നു. ഇവരെല്ലാം തന്നെ ബ്രഹ്മദേവൻ്റെ സന്തതികൾ. പിന്നീട്
ബ്രഹ്മദേവൻ തൻ്റെ ദക്ഷിണഭാഗത്തു നിന്ന് ഒരു പുരുഷനെയും വാമഭാഗത്തു നിന്ന് ഒരു സ്ത്രീയെയും സൃഷ്ടിക്കുന്നു. ആ പുരുഷനാണ് സ്വയംഭുവ മനു, സ്ത്രീ ശതരൂപ. അവരെ വിവാഹം കഴിപ്പിക്കുന്നു. അവരങ്ങനെ പിന്നീട് സൃഷ്ടികർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സ്വയംഭുവ മനുവാണ് ഇപ്പോൾ ഇവിടെ ഭൂമിയെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എവിടേക്ക് ചെല്ലുന്നത്? ബ്രഹ്മലോകത്തിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം ബ്രഹ്മദേവനോട് പറഞ്ഞു. ബ്രഹ്മദേവന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ബ്രഹ്മദേവൻ നേരെ എവിടേക്ക് പോയി? വൈകുണ്ഠത്തിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ ലോകരക്ഷക, വൈകുണ്ഠപഥേ, സൃഷ്ടിക്ക് ആധാരമായ ഭൂമി നശിച്ചിരിക്കുന്നു. കശ്യപന്റെ പുത്രനായ ഹിരണ്യാക്ഷൻ ഭൂമിയെയും ചുരുട്ടി എടുത്തുകൊണ്ട് എവിടെയോ പോയി മറഞ്ഞിരിക്കുന്നു. അവിടുന്ന് എന്നെ സൃഷ്ടികർത്താവായി നിയോഗിച്ചു. സൃഷ്ടികർമ്മം നടത്തുന്നതിനായി ഞാൻ മനുവിനെ സൃഷ്ടിച്ചു. ഭൂമിയില്ലാതെ എവിടെയാണ് സൃഷ്ടി ചെയ്യേണ്ടത്? അവിടുന്ന് ഇതിനൊരു പരിഹാരം ചെയ്തു തരണം എന്ന് ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനോട് പറയുന്നു. അങ്ങനെ ബ്രഹ്മദേവന്റെ നിവേദനം കേട്ട് ജഗന്മയനായ ശ്രീഹരി ഒരു ഘോണീയ ശിശുവായി അവതരിക്കുകയും ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്നും പുറത്തേക്ക് ചാടി വീഴുകയും ചെയ്തു. ഒരു വിരലിൻ്റെ അത്രയും വലുപ്പത്തിൽ ഒരു കുഞ്ഞ് വരാഹ പൈതലായിട്ടാണ് ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്നും പുറത്തേക്ക് വീണതെങ്കിലും നിമിഷ നേരം കൊണ്ട് അത് പർവ്വതത്തിനു തുല്യം വളരുകയും ലോകങ്ങൾ 14 നടുങ്ങുമാറ് ഉഗ്രമായി ഗർജിക്കുകയും ചെയ്തു. ഭയാനകമായ ഇത്രയും വലുപ്പത്തിലുള്ള ആ പന്നിയെ കണ്ടപ്പോൾ ബ്രഹ്മാവും അതുപോലെ തന്നെ മരീചി മുതലായ സകല മഹർഷിമാരും അത്ഭുതപ്പെടുകയും എൻ്റെ മൂക്കിൽ നിന്നും ഒരു കുഞ്ഞ് വിരലിൻ്റെ അത്രയും വലിപ്പത്തിലേക്ക് താഴേക്ക് വീണ ഈ പന്നിക്കുഞ്ഞ് ഇത്ര വലിയ ഭീമാകാരമായ രൂപം പൂണ്ടിട്ട് ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്നു. ഇദ്ദേഹം ആരായിരിക്കും? ഇങ്ങനെ ആ നിമിഷം ബ്രഹ്മദേവൻ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാകുന്നു, ഇത് മറ്റാരുമല്ല, സാക്ഷാൽ നാരായണൻ തന്നെയാണ് എന്ന് ബ്രഹ്മദേവൻ മനസ്സിലാക്കുന്നു. ശരീരമാസകലം പടർന്ന് വിജൃംഭിച്ചു നിൽക്കുന്ന നീണ്ട കറുത്ത രോമങ്ങളെ കുടഞ്ഞുകൊണ്ടും വാല് ചുഴറ്റിക്കൊണ്ടും വക്ത്രവും നാസികയും കീഴോട്ട് ആക്കിക്കൊണ്ടും അഗ്നിതുല്യം ജ്വലിക്കുന്ന കണ്ണുകൾ തുറിച്ചുകൊണ്ടും ആ വരാഹമൂർത്തി സമുദ്രത്തിലേക്ക് കുതിച്ചു ചാടുന്നു. തൻ്റെ ശത്രു തന്നെ അന്വേഷിച്ച് കടലിലേക്ക് ചാടിയിട്ടുണ്ട് എന്ന് അസുരൻ അറിയുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിയെ പാതാളത്തിൻ്റെ ഒരു രഹസ്യമായ കോണിൽ കൊണ്ടുചെന്ന് സുരക്ഷിതമായി ഈ അസുരൻ ഭൂമിയെ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. മഹാവിഷ്ണു ആ കടലു മുഴുവനും അരിച്ചു പെറുക്കി. അസുരനെ കണ്ടില്ല, ഭൂമിയെയും കണ്ടില്ല. മഹാവിഷ്ണുവിന്, അതായത് വരാഹമൂർത്തിയായ മഹാവിഷ്ണുവിന് വളരെയധികം ദേഷ്യം തോന്നുകയും അദ്ദേഹം ക്രുദ്ധനായി ഗർജിച്ചുകൊണ്ട് നേരെ പാതാളത്തിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അവിടെ ഒരു കോണിൽ ഭൂമി ഇങ്ങനെ ഇരിപ്പുണ്ട്, പക്ഷേ അസുരനില്ല. വരാഹമൂർത്തി അവിടെയൊക്കെ നോക്കി, അസുരനെ കണ്ടില്ല. ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ തേറ്റമേൽ ഭൂമിയെ പൊക്കി എടുത്തുകൊണ്ട് പാതാളത്തിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വന്നു. ആ സമയത്ത് ഒളിച്ചു നിൽക്കുകയാണ് ആര്? അസുരൻ. ഇതൊരു കാട്ടുമൃഗമല്ലേ? ഇവനാണോ എൻ്റെ ശത്രു? ഇവനെ പേടിച്ചാണോ ഞാനിവിടെ ഒളിച്ചു നിൽക്കുന്നത്? എൻ്റെ ഒരു ഗദ കൊണ്ടുള്ള ഇടിക്ക് ഇവനില്ല. ഇവനെ ഞാൻ എന്തിനു പേടിക്കണം? ഒളിച്ചിരിക്കേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. ഇങ്ങനെയൊക്കെ അസുരനായ ഹിരണ്യാക്ഷൻ
ചിന്തിക്കുന്നു. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഗദയും എടുത്തുകൊണ്ട് ഹിരണ്യാക്ഷൻ എന്ന അസുരൻ വരാഹമൂർത്തിയുടെ നേർക്ക് പാഞ്ഞ് അടുത്തു. ആ സമയത്ത് തൻ്റെ തേറ്റമേലിരുന്നു കൊണ്ട് പാവം ഭൂമിദേവി ഇങ്ങനെ പേടിച്ച് വിറയ്ക്കുകയാണ്. ഇളകിക്കൊണ്ടിരുന്ന ആ ഭൂമിയെ തൻ്റെ യോഗശക്തിയാൽ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും കീഴോട്ട് താഴാത്ത വിധം നിക്ഷേപിച്ചിട്ട് ഭഗവാൻ ഹിരണ്യാക്ഷനുമായി യുദ്ധം ചെയ്യാനായി തീരുമാനിക്കുന്നു. അങ്ങനെ ഭഗവാൻ നോക്കുമ്പോൾ ഗദയുമായിട്ടാണ് ഹിരണ്യാക്ഷൻ വരുന്നത്. ഉടൻ തന്നെ വരാഹരൂപിയായ ഭഗവാൻ തൻ്റെ ഗദയുടെ പേര് കൗമോദകം എന്ന തൻ്റെ ഗദയും കയ്യിലെടുത്തുകൊണ്ട് വന്ന് രണ്ടുപേരും തമ്മിൽ പിന്നീട് ഭയങ്കര യുദ്ധമായി. ഭൂമിയെ സുരക്ഷിതമായി ഒരു സ്ഥലത്ത് വെച്ചതിനു ശേഷമാണ്, അതായത് സമുദ്രത്തിൻ്റെ താഴേക്ക് താഴ്ന്നു പോകാത്ത വിധം ഭൂമിയെ ഉറപ്പിച്ചതിന് ശേഷം കൗമോദകം എന്ന തൻ്റെ ഗദയുമായി ഹിരണ്യാക്ഷൻ എന്ന അസുരനെ ഭഗവാൻ നേരിടുന്നു. ഈ യുദ്ധം കാണുന്നതിനായിട്ട് ബ്രഹ്മദേവനും നാരദരും സപ്തർഷികളും മറ്റു ദേവന്മാരും എല്ലാവരും ആകാശത്തിൽ നിരന്നു നിന്നു. വരാഹമൂർത്തിയുടെ ഗദ അസുരൻ്റെ ഗദയുടെ പ്രഹരമേറ്റ് തെറിച്ചു വീണു. ഉടൻ തന്നെ ഭഗവാൻ എന്തു ചെയ്തു? തൻ്റെ ദിവ്യായുധമായ സുദർശനത്തെ ധ്യാനിക്കുന്നു. പെട്ടെന്നു തന്നെ സുദർശനം വരാഹമൂർത്തിയുടെ തൃക്കരത്തിൽ വന്നു ചേരുകയും സംഹാരരുദ്രനെ പോലെ കോപിച്ച് അലറിക്കൊണ്ട് ഹിരണ്യാക്ഷൻ ഒരു ശൂലവും എടുത്തുകൊണ്ട് ഭഗവാന്റെ നേർക്ക് പാഞ്ഞെടുക്കുകയും ചെയ്തു. ഉടൻ തന്നെ സുദർശനം കൊണ്ട് അദ്ദേഹം അതിനെ തടയുന്നു. പിന്നീട് അവർ തമ്മിൽ മുഷ്ടിയുദ്ധമായി. പലതരത്തിലുള്ള മായകളും അസുരൻ പ്രയോഗിക്കുന്നു. പക്ഷേ സുദർശനത്തിൻ്റെ ആ അഗ്നേയ പ്രകാശത്തിൽ അവൻ്റെ എല്ലാ മായകളും നിഷ്ഫലമായി തീരുകയാണ്. അങ്ങനെ അനവധി കാലം അവർ തമ്മിലുള്ള ആ യുദ്ധം നീണ്ടുനിന്നു. ഒടുവിൽ അസുരൻ തൻ്റെ സർവശക്തിയും പ്രയോഗിച്ചുകൊണ്ട് വരാഹമൂർത്തിയെ കടന്നു പിടിച്ച് വരാഹമൂർത്തിയെ മറിച്ച് താഴത്തേക്കിട്ടു ആ അസുരൻ. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും അവരിങ്ങനെ കറങ്ങുന്നതിൻ്റെ ഇടയിൽ ഭഗവാന്റെ തേറ്റ അവൻ്റെ ശരീരത്തിൽ വന്ന് തറയ്ക്കുന്നു. അതായത് ഇവർ രണ്ടുപേരും തമ്മിൽ ആ മുഷ്ടിയുദ്ധം നടത്തുന്നതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ മറിഞ്ഞ് ആ ഒരു യുദ്ധം ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ തേറ്റ ഈ അസുരൻ്റെ മുതുകിലാണ് പതിക്കുന്നത്. തേറ്റ കൊണ്ട് അവൻ്റെ ശരീരം ചുവന്നു, രക്തം വാർന്നൊഴുകി, സമുദ്രം മുഴുവനും രക്തമയമായി. പിന്നെയും അവർ അവിടെ നിന്നും എഴുന്നേറ്റ് യുദ്ധം തുടരുന്നു. പിന്നീടും വളരെ കാലം യുദ്ധം നടന്നു. ഒടുവിൽ ഭഗവാൻ വരാഹമൂർത്തി ഹിരണ്യാക്ഷനെ തൻ്റെ തൃക്കാലിനാൽ തട്ടി താഴെ വീഴിച്ച് തേറ്റ കൊണ്ട് അവൻ്റെ ശരീരം ആപാദമസ്തകം നടുവേ പിളരുകയാണ്. അങ്ങനെ തേറ്റ കൊണ്ട് അവനെ ഭഗവാൻ വധിക്കുന്നു. അങ്ങനെ ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭഗവാന്റെ തേറ്റ കൊണ്ട് മരണപ്പെടുന്നു. ഇത് കണ്ട് ഇന്ദ്രാദി ദേവകളും നാരദാദി മഹർഷികളും നാരായണൻ്റെ മഹിമാവിശേഷങ്ങളെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്യുന്നു. അതിനുശേഷം അനന്തശായി ഭൂമിദേവിയെ അനായാസേന തൻ്റെ തേറ്റമേൽ എടുക്കുകയും യഥാസ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ ലോകത്തിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി വരാഹരൂപത്തിൽ അവതരിച്ച സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ മഹാവിഷ്ണുദേവൻ പിന്നീട് വൈകുണ്ഠം പ്രാപിക്കുകയും തൻ്റെ കാരണമായ നാരായണമൂർത്തിയിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ
ഭഗവാൻ നാരായണൻ വരാഹരൂപത്തിൽ അവതരിച്ചതിൻ്റെ ആ വാർഷികമായിട്ടാണ് നമ്മൾ 2026 ജാനുവരി മാസം 30 വരാഹ മഹാദ്വാദശിയായി, വരാഹ ജയന്തിയായി ആചരിക്കുന്നത്. ഇവിടെ മറ്റൊരു കഥയുണ്ട്. അതായത് തേറ്റമേൽ ഭൂമിയെ എടുത്തപ്പോൾ ഭൂമിദേവിക്ക് പുളകമുണ്ടായി എന്നും അതിൻ്റെ ഫലമായി ദേവി ഒരു പുത്രനെ, അതായത് നാരായണപുത്രനെ പ്രസവിച്ചു എന്നും ആ പുത്രനാണ് നരകാസുരൻ എന്നും ഭാഗവതം പറയുന്നുണ്ട്. അത് നമുക്ക് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കഥ, നരകാസുരൻ്റെ കഥ. പിന്നീടൊരു അവസരത്തിൽ വീണ്ടും നമുക്ക് പറയാവുന്നതാണ്. ഇതാണ് വരാഹമൂർത്തിയുടെ അവതാര കഥ. ദ്വാപരയുഗത്തിൽ നരകാസുരനെ പറ്റി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നരകാസുരനെ പലതവണ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദ്രവിക്കാതെ വിട്ടത് എന്നുള്ള കാര്യമൊക്കെ, മഹാവിഷ്ണുവിൻ്റെ പുത്രനാണ്. വരാഹരൂപത്തിൽ ഭഗവാൻ അവതരിച്ചപ്പോൾ നാരായണനും ഭൂമിദേവിക്കും ജനിച്ച പുത്രനാണ് നരകാസുരൻ. ഈ കഥയൊക്കെ ഭാഗവതത്തിൽ വിശദമായി തന്നെ വർണ്ണിക്കുന്നുണ്ട്. ഇതാണ് വരാഹ അവതാരത്തിൻ്റെ കഥ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മഹാക്ഷേത്രമുണ്ട്, ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം. ഒരു ശ്രീകോവിലിനുള്ളിൽ വരാഹമൂർത്തിയുടെ തൃത്തുടമേൽ ലക്ഷ്മി ദേവി ഇരിക്കുന്നു. അതാണ് പ്രതിഷ്ഠ. ഭക്തർ തുളസിമാലയും താമരപ്പൂക്കളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. മതിലകം രേഖകളിൽ ഉൾപ്പെടെ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നഗരമധ്യത്തിലാണ് ക്ഷേത്രം. ഏകദേശം 6 ഏക്കറോളം വലിപ്പത്തിലുള്ള ഒരു ക്ഷേത്രക്കുളം ഈ ക്ഷേത്രത്തിനുണ്ട്. നഗരമധ്യത്തിലാണ് എന്ന് ഓർക്കണം. അത്രത്തോളം പൗരാണികവും അതുപോലെ തന്നെ ശ്രേഷ്ഠവുമായ ധാരാളം കഥകൾ ഉറങ്ങുന്ന ഒരു ക്ഷേത്രമാണ്. വസ്തു സംബന്ധമായ ദോഷം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാഹമൂർത്തിയോട് പ്രാർത്ഥിച്ചു കൊള്ളുക. സ്വന്തമായി ഭൂമി മേടിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ, വീട് വെക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ, അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ, കേസുകൾ നിലവിലുള്ള ആളുകൾ, ഇവർക്കൊക്കെ തന്നെ ലക്ഷ്മി വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. തൊഴിൽപരമായി ബുദ്ധിമുട്ടുള്ള ആളുകൾ, തൊഴിൽ ലഭിക്കുന്നില്ല എന്ന പ്രശ്നമുള്ള ആളുകൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, ഇവരൊക്കെ തന്നെ ലക്ഷ്മി വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. കാരണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ പ്രീതി ലഭിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വാരിക്കോരി ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യും. തന്നതൊന്നും തിരിച്ചെടുക്കില്ല. അതാണ് ലക്ഷ്മി വരാഹമൂർത്തിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ലക്ഷ്മി വരാഹമൂർത്തിയെ നമ എന്ന് നിരന്തരം ജപിച്ചു കൊള്ളുക. പ്രത്യേകിച്ച് 30-ാം തീയതി ഓം വരാഹമൂർത്തിയെ നമ എന്ന് ജപിക്കാം, ഓം ലക്ഷ്മി വരാഹമൂർത്തിയെ നമ എന്ന് ജപിക്കാം. വിഷ്ണു സഹസ്രനാമം ജപിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായി എന്നും വരാഹമൂർത്തിയുടെ കഥ മനസ്സിലായി എന്നും വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.